മദീനയുടെ. എന്നാൽ ഈ മദീനക്കോ ഒരു ഷറഫ് നേരത്തെ ഇല്ല. എല്ലാ നാട്ടിലും നേരത്തെ ഷറഫുണ്ട്. ഒന്ന് ചിന്തിച്ചോളൂ കേട്ടോ, പഠിക്കുമ്പോൾ പഠിക്കേണ്ടതാണ്. മുഖദ്ദസിന് നേരത്തെ ഷറഫുണ്ട്. ഒരുപാട് അമ്പിയാക്കൾ അവിടെ വന്നിട്ടുണ്ട്, മനസ്സിലാക്കണേ. മക്കൾക്ക് നേരത്തെ ഷറഫുണ്ട്. കാരണം അവ്വലു മാ ഖലഖല്ലാഹു മിനൽ അർളി തുറാബൽ കഅബ വമിൻഹാ ദുഹിയത്തിൽ അർദു എന്നാണ്. ഭൂമിയിൽ ആദ്യം അല്ലാഹു തആല പടച്ചത് കഅബാലയത്തിന്റെ മണ്ണാണ്. അപ്പോൾ അതിന് പ്രാധാന്യം നേരത്തെ തന്നെ ഉണ്ട്. മാത്രമല്ല ഇന്ന അവ്വല ബൈതിൻ ഉളിഅ ലിന്നാസ്, അല്ലാഹു മാനവലോകത്തിന് ആദ്യമായി ഉണ്ടാക്കിയ കെട്ടിടം ബഹുമാനപ്പെട്ട കഅബാലയമാണ്. അത് മക്കയിലാണ്. മാത്രമല്ല സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 7000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമിയിൽ കഅബ ഉണ്ടാക്കിയിട്ട് മലക്കുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം തൊബറാനി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ നേരത്തെ ആ മണ്ണിനൊക്കെ പ്രാധാന്യമുണ്ട്. എന്നാലോ മദീനക്കൊരു പ്രാധാന്യവുമില്ല നേരത്തെ. മദീനയുടെ അസ്ലി പേര് യസ്രിബ് എന്നാണ്. യസ്രിബ് എന്നാൽ അർത്ഥം അല്ലൗമു അൽ ഹലാക്കു എന്നൊക്കെയാണ്, നാശം. മദീനന്റെ അസ്ലി പേര് ഹലാക്ക് എന്നാണ്. മദീനയുടെ അസ്ലി പേര് മദീനയല്ല. മദീന സമ്മാഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. അതിന് മദീന എന്ന പേര് വെച്ചത് മുഹമ്മദ് നബിയാണ്. പിന്നെ ഖുർആൻ ഇറങ്ങി മാക്കാൻ അലി അഹ്ലിൽ മദീന എന്ന് പറഞ്ഞിട്ട് മദീന എന്ന് പേരിറങ്ങി. മദീനക്ക് യസ്രിബ് എന്ന് മദീനയെ വിളിക്കരുതെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അത് പഴയ കാലാണ്, അത് കഴിഞ്ഞുപോയി. ഇനി യസ്രിബ് എന്ന് വിളിക്കാൻ പാടില്ല. യസ്രിബിന്റെ അർത്ഥം അല്ലൗമു, ആക്ഷേപം, അൽ ഹലാക്കു, നാശം. മനസ്സിലായില്ല? മദീനയുടെ അസ്ലി പേര് യസ്രിബ് എന്ന, നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ ഈ നാട്ടിന് അങ്ങനെ ഒരു ഷറഫുമില്ല. അത് അവിടെ ജൂതന്മാർ പാർത്തിരുന്നു, അവരുടേതായിരുന്നു മേൽക്കോയ്മയും. ജൂതന്മാരും പിന്നെ ഔസ് ഖസ്റജ് ശണ്ട കൂടി അവിടെ താമസിച്ചിരുന്നു. അത് നേരത്തെ ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് അതിന് പ്രാധാന്യം ഉണ്ടാകാൻ കാരണം? അതിന് പ്രാധാന്യമുണ്ടായത് ഹബീബാ നബിയുടെ കാലവിടെ പടിഞ്ഞു എന്നുള്ളതാണ് കാരണം. മുസ്തഫ നബിക്ക് അത് അഭയം കൊടുത്തു. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഇപ്പോൾ മദീനക്ക് ഒരുപാട് പേരുകളുണ്ട്. മദീനക്ക് ധാരാളം പേരുകൾ ഉണ്ടാകുമെന്ന് തൗറാത്തിൽ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. മദീനയെ കുറിച്ച് നേരത്തെ തന്നെ തൗറാത്ത് മുന്നറിയിപ്പ് നൽകിയിട്ട് പ്രവാചകൻ വരുന്നുണ്ട്. ആ പ്രവാചകന്റെ മണ്ണിന് ഒരു വിലയുണ്ടാവില്ല. ആ പ്രവാചകൻ വന്നാൽ ആ മണ്ണ് ഉന്നതമാകും. മദീനക്ക് ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. ഒന്ന് അത്വാബ, ഒന്ന് ത്വയ്യിബ, ഒന്ന് അൽ മുഖദ്ദസ, അൽ മിസ്കീന. ഇതൊക്കെ മദീനയുടെ പേരാണ്. കാരണം മിസ്കീൻ താമസിച്ച നാടാണ് മിസ്കീന, സാധുവായ നാട്. അൽ മദീന, അത്വാബ, അത്വയ്യിബ, അൽ മുഖദ്ദസ, ഇതൊക്കെ മദീനയുടെ പേരുകളാണ്. മനോഹരമായ ഈ പേരുകളിലൊക്കെ മുസ്തഫ നബി അതിനെ പ്രശംസിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. തുസമ്മൽ മദീന ത്വാബ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ സമ്മാഹ ത്വാബാൻ. ഇമാം മുസ്ലിം ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല അതിന് ത്വാബ, ത്വാബ നല്ല നാട്, സുഗന്ധനാട് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ത്വാബ നല്ലത്. ഇമാം മുസ്ലിം തന്നെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തി. നബി മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല. ഇമാം ബുഖാരി തന്നെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ്. റഅയ്തു ഫിൽ മനാമി അന്നി ഉഹാജിറു മിൻ മക്ക ഇലാ അർദിൻ ബിഹാ നഖ്ലുൻ. ഈത്തപ്പനയുള്ള ഒരു നാട്ടിലേക്ക് ഞാൻ ഹിജ്റ പോകുന്നതായി നേരത്തെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ വിചാരിച്ചത് അത് യമാമയായിരിക്കുമെന്നാണ്. ഞാൻ റിയാദിലേക്ക് പോകുമെന്നൊക്കെയാണ്. അവിടെയാണ് ഈത്തപ്പനയും സൗകര്യമൊക്കെ. ആ കാലഘട്ടത്തിൽ അവിടെ പിന്നെ നല്ല വെള്ളം ചാലുകളും വാദികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിജ്റ വന്നപ്പോൾ എനിക്ക് അനുവാദം തന്നത് മദീനയാണ്. ഫൈദാഹിയ മദീനത്തു മദീനത്തി, അതെന്റെ മദീനയിലേക്കാണ്. പിന്നെ അല്ലാഹു തആല അനുവാദം തന്നത്. ഈ ഹദീസ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ മുസ്തഫ നബിയുടെ ഈ ഹദീസ് ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തന്നെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി. ശ്രദ്ധിക്കണം, മദീനയിൽ മദീന എന്ന് പറഞ്ഞാൽ മദീനയാണ്. അത് വല്ലാത്ത ഒരു നാടാണ്. ആ നാടിന് അല്ലാഹു തആല അതിന്റെ പേരിൽ തന്നെ മഹിതമായ ഒരു സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. മാത്രമല്ല റസൂൽ തന്നെ ദുആ ചെയ്തു. കേട്ടോളൂ കേട്ടോ. മദീനയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയേക്കാൾ, ചില ആളുകൾ മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കും. അതിനും ഒരു അസിലുണ്ട്. അങ്ങനെയാണ് വേണ്ടത്. മുസ്തഫ നബി ദുആ ചെയ്തത് ഇമാം ബുഖാരി സ്വഹീഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ ഹദീസ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹുബ്ബിനാ മക്ക ഔ അശദ്ദ മിൻഹാ. അല്ലാഹുവേ,
മക്കയോട് എനിക്കുണ്ടായിരുന്ന സ്നേഹം എനിക്ക് മദീനക്ക് എനിക്ക് നൽകണമേ. ഔ അശദ്ദ മിൻഹ, അല്ല മക്കയേക്കാൾ സ്നേഹം എനിക്ക് നൽകണമേ. എന്തിനോട്? മദീന. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ മദീനയെ കൂടുതൽ സ്നേഹിച്ചാൽ അതിന് യാതൊരു പ്രശ്നവുമില്ല. തുർബത്തിൽ അർളി തുർബത്തുൽ മദീന. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് മദീനയിലെ മണ്ണാണ്. ലോകത്ത് ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് തുർബത്തുൻ ഫീഹാ ഫീഹാ യർഖുദു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണ് ഹബീബ നബി കിടക്കുന്ന മണ്ണാണ്. ആയിഷ ബീവിയുടെ വീട്ടിൽ ഹബീബ റസൂൽ കിടക്കുന്ന മണ്ണുണ്ടല്ലോ, ആ മണ്ണിന്റെ പ്രാധാന്യം ഒന്നിനും ഈ ലോകത്ത് ഒന്നിനുമില്ല. കഅബാലയത്തിൽ പോലും ശിർക്ക് നടന്നിട്ടുണ്ട്. എല്ലാ ശിർക്കിനെയും തച്ചടച്ചത് ഈ മനുഷ്യനാണ്, സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഹബീബായ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന കഹബ്ബിനാ മക്ക അവ ശദ്ദ. അല്ലാഹുവേ, മക്കയോടുള്ള സ്നേഹം അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്നേഹം നൽകണമേ. അപ്പോൾ മദീനയെ ഒരാൾ സ്നേഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലെ വളരെ വേദനിച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, മദീനയിലേക്ക് പോവാനുള്ള ദുആ ചെയ്യണം, ആഗ്രഹമുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മദീനയിലെ അളവ് പാത്രങ്ങളിൽ ബറക്കത്ത് ചെയ്യണമെന്ന് റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ആലോചിക്കാണ്, ഹജ്ജിന് പോയ ആളുകൾ വല്ല കാരക്കയോ മറ്റൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങല് മദീനയിൽ നിന്നാണ്. അതിന് വലിയ അസലുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കുറച്ച് വീട്ടിൽ പാത്തുക്കണമെന്ന് നല്ലതാണ്. കാരണം അവിടുന്ന് അളന്നു വാങ്ങിയ സാധനത്തിന് ബർക്കത്തുണ്ടായിരിക്കും. ഹബീബ റസൂലുള്ളാഹി, അത് ഹബീബ റസൂലുള്ളാഹി ഈ പറഞ്ഞത് ഇമാം ബുഖാരി രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇനാ വ മുദ്ദിനാ. അല്ലാഹുവേ, മദീനയിലെ അളവ് പാത്രത്തിന്, മദീനയിലെ സായിനും മുദ്ദിനുമെല്ലാം ബർക്കത്ത് ചെയ്യണമേ. അവിടുത്തെ അളവ് പാത്രത്തിന് വലിയ വിലയുണ്ട്. ആ അളവ് പാത്രത്തിൽ അളന്ന വസ്തുക്കൾക്ക് ബർക്കത്തുണ്ടാകും. ആ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരുപാട് കാര്യം. അത് തന്നെ അജ്വ എന്നൊരു കാരക്കുണ്ട്. അജ്വ എന്നൊരു കാരക്കയുണ്ട് മദീനയിൽ. ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് ഇല്ലാതെ മദീനയിൽ മുസ്തഫ നബി തന്റെ കൈകൊണ്ട് വെച്ച് പിടിപ്പിച്ച കാരക്കയാണ് അജ്വ. അതാണ് കാരക്ക. അതാണ് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഈ കാരക്കയുടെ അസില് മദീനയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ കാരക്കയുടെ അസില് ആദമിൽ നിന്ന് കിട്ടിയതാണ് എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 വസ്തുക്കൾ കൊണ്ടാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഒന്ന് മനോഹരമായ റൈഹാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൈഹാനോടുകൂടി മഹാനായ സയ്യിദ്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഹുബിത ആദമു മിനൽ ജന്ന ബി സലാസതി അശിയാ. 3 കാര്യം കൊണ്ടാണ് മഹാനായ സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. രണ്ടാമത്തത് ധാന്യം, മൂന്നാമത്തത് അജ്വ കാരക്ക. ഹിയ സയ്യിദത്തു സിമാരി ദുനിയ. ഈ ലോകത്തെ പഴങ്ങളിൽ സയ്യിദത്തു സിമാരി ദുനിയ. ഈ ലോകത്തെ പഴങ്ങളിൽ ഏറ്റവും വലിയ സയ്യിദത്ത് മദീനയിലെ ഈത്തപ്പഴമാണ് എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക്, മൻ തസബ്ബഹ ബിസബ്ഇ തംറാത്തിൻ അജ്വ ലം യളുറഹു ദാലിക്കൽ യൗമ സുമ്മുൻ വലാ സിഹ്റുൻ. നോക്കുന്നെങ്കിൽ മുഅജ്ജമുൽ കബീറിൽ ഹദീസ് കാണാം, ശ്രദ്ധിക്കുക. മൻ തസബ്ബഹ ബിസബ്ഇ തംറാത്തിൻ അജ്വ, ഒരാള് 7 അജ്വ കാരക്ക രാവിലെ കഴിക്കുക. ആ രാവിലെ കഴിക്കുന്നതിനെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അയാള് അതായത് ആദ്യത്തെ വയറ്റിലേക്കുള്ള ഭക്ഷണം. അജ്വ കാരക്ക 7 എണ്ണം. മൻ തസബ്ബഹ, ഒരാള് അതിരാവിലെ കഴിച്ചു ബിസബ്ഇ തംറാത്തിൻ അജ്വ, അജ്വ കാരക്ക 7 എണ്ണം അതിരാവിലെ. ആദ്യത്തെ ഉമിനീരില് വെറും വയറ്റിൽ നമ്മൾ പറയല്ലോ, ആ വെറും വയറ്റിൽ 7 കാരക്ക കഴിച്ചാൽ, അജ്വ കാരക്ക കഴിച്ചാൽ ലം യളുറഹു ദാലിക്കൽ യൗമ സുമ്മുൻ വലാ സിഹ്റുൻ. ആ ദിവസം അവന് വിഷവുമേൽക്കില്ല, സിഹ്റുമേൽക്കില്ല എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഫി അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫി അജ്വത്തിൽ ആലിയ ശിഫാഅൻ, അതിൽ വലിയ ശിഫയുണ്ട്. ഇന്നഹ തറിയാഖുൻ അവ്വലൽ ബുക്ര. തെറിയാക്ക് തെറിയാക്കറ വരുന്ന തെറിയാക്കത്
ഇന്നില അഷ്തഹി തമ്രത അജ്വ, അജ്വ കാരക്ക എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മാത്രമല്ല ഇന്നൽ അജ്വത മിൻ ഉർസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വൃക്ഷമാണ് മദീനയിലെ അജ്വ കാരക്ക. കേട്ടോ, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. മദീനയിലെ കാരക്ക മരത്തിന് പോലും പ്രത്യേകത ഉണ്ട്. മദീനയിലെ അജ്വ കാരക്ക എന്ന് ലോകത്തെ ഏറ്റവും വില പിടിപ്പുള്ള സാധനമാണ് ഈ അജ്വക്കാണ് ഏറ്റവും വില ഉള്ളത്. നിങ്ങൾ ആ നാട്ടുകാർക്ക് അള്ളാന്റെ ഹബീബ് കൊടുത്തൊരു മാറ്റം നിങ്ങൾ നോക്ക്. ആ കാരക്ക വിറ്റാൽ മതിയാവും അവർക്ക് ജീവിക്കാൻ. റസൂലുള്ളാഹിനെ കൊണ്ട് അവർക്ക് കിട്ടിയ ശറഫാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വർഗത്തിലെ മരമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറുംബാറ്റിൽ ഒരാൾ കഴിച്ചാൽ അത് മതിയാകും അയാൾക്ക് എന്ന് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെയും ഹദീസ് കാണാം. അല്ലാഹുമ്മ ജഅൽ മദീനത ളിഅഫൈ മാ ജഅൽത ബിമക്ക മിനൽ ബറകാ. സഹീഹുൽ ബുഖാരി. പടച്ചവനെ മക്കയെ കൊടുത്ത ബറക്കത്തിന്റെ ഇരട്ടി മദീനയിൽ നൽകണമേ. ഇതാരാ ദുആ ചെയ്തത്? മുഹമ്മദ് നബി. എവിടെയാ ഹദീസ്? സഹീഹുൽ ബുഖാരി. പിന്നെ മദീനയെ സ്നേഹിക്കണ്ടേ ഒരു മുഅ്മിനായ മനുഷ്യൻ? എവിടുന്നവരൊക്കെ പഠിച്ചത്? പിന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ എങ്ങനെ മദീനയെ സ്നേഹിക്കാതിരിക്കും? മദീനയെ സ്നേഹിക്കാതിരിക്കൽ ഈമാന്റെ അതിരാകുമ്പോഴാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഈ ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ജഅലിൽ മദീന ളിഅഫൈ മാ ജഅൽത ബിമക്ക മിനൽ ബറകാ. അല്ലാഹുമ്മ അല്ലാഹുവേ ജഅലിൽ മദീന, മദീനക്ക് പടച്ചവനെ നീ നൽകണമേ. ളിഅഫൈ മാ ജഅൽത ബിമക്ക മിനൽ ബറകാ. മക്കയിലുള്ള ബർക്കത്തിന്റെ അതായത് മക്കയിലുള്ളതിന്റെ രണ്ടിരട്ടി, മക്കയിലുള്ള രണ്ടിരട്ടി ബർക്കത്ത് മദീനക്ക് കൊടുക്കണമേ എന്ന് ഖാല റസൂലുള്ളാഹി. ഹബീബായ നബി അള്ളാഹിനോട് ദുആ ചെയ്തു എന്ന് സഹീഹുൽ ബുഖാരി. ഇതെങ്ങനെ മുഅ്മിനായ മനുഷ്യൻ മറക്കാതിരിക്കാം? അതുകൊണ്ട് തന്നെയാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിനെ പോലെയൊക്കെയുള്ള സൂഫിയാക്കൾ മദീനയിലെ മണ്ണാണ് എൻ്റെ കണ്ണിന്റെ സുറുമ എന്ന് പറഞ്ഞത്. അതൊക്കെ വെറും വാക്കാതെന്ന് വിചാരിക്കരുത്. മദീനയിലെ മണ്ണ് എൻ്റെ കണ്ണിന്റെ സുറുമ എന്ന് പറയാനുള്ള കാരണം അതാണ്. മദീനയിലേക്ക് റസൂലുള്ളാഹി അനുവാദം തരാതെ മദീനയിലെ ഹറമിലേക്ക് കയറാത്ത ആളാ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി. റസൂലുള്ളാഹിന്റെ സമ്മതം കിട്ടാതെ മദീനയിൽ ഹറമിൽ കയറിയില്ല, ഹറമിലേക്ക് കയറിയില്ല. ഇമാം ബുഖാരി കാത്തിരുന്നു. ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതിയിട്ട് ഇമാം ബുഖാരി തങ്ങൾ മദീനയിൽ വന്നു. എന്നിട്ട് ഹറമിന്റെ പുറത്തിരുന്നു. റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് പറയണം, ഇസ്മായിലെ മുഹമ്മദ് ഇസ്മായിലെ നിനക്ക് ഞാൻ കയറാൻ അനുവാദം തന്നിട്ടുണ്ട്. നിന്റെ റസൂലുള്ളാഹി എന്നോട് പറയാം റസൂലുള്ളാഹിനെ ഹറം ചവിട്ടൂല, രാജാവിനോട് വന്ന് സമ്മതം തരണം. അങ്ങനെ പറവാ. ഒരുപാട് ദിവസം അങ്ങനെ കഴിഞ്ഞു. റസൂലുള്ളാഹി അല്ലാഹു പരീക്ഷിച്ചു. സമ്മതം കൊടുത്തു. അപ്പോഴാണ് തന്റെ കിതാബും കൊണ്ട് ഇന്നിപ്പോ നമ്മൾ ഈ പറഞ്ഞ സ്വഹീഹുൽ ബുഖാരിയിലെ ആ സ്വഹീഹുൽ ബുഖാരി അങ്ങനെ പ്രകാശനം ചെയ്തതാ. അതാണ് എന്റെ പ്രകാശനം. അങ്ങനെയാണ് അതല്ല സ്വഹീഹ്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇമാം എവിടുന്നാ വരുന്നത്? യൂറോപ്പിൽ നിന്ന് വരിക. യൂറോപ്പിൽ നിന്റെ കവാടത്തിൽ നിന്നാ വരുന്നത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി എഴുതിയിട്ട് അതാണ് ബുഖാരിയുടെ പ്രകാശനം. ബുഖാരി എഴുതിയിട്ട് ഹറമിന്റെ പുറത്ത് വന്നിട്ട് കാത്തിരുന്നു. റസൂലുള്ളാഹി സ്വപ്നത്തിൽ വന്ന് സമ്മതം തരാതെ അകത്തേക്ക് കയറൂല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹറമിന്റെ പുറത്ത് കാത്തിരുന്ന സ്ഥലത്ത് പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി. അതാണ് മദീനയിലെ മസ്ജിദുൽ ബുഖാരി. അതാണ് ഇപ്പോഴും ഒരു പള്ളിയുണ്ട്. അതാണ് മസ്ജിദുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കാത്തിരുന്ന സ്ഥലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതം കിട്ടാതെ ഞാൻ മദീനയിലേക്ക് കയറുകയില്ല. അങ്ങനെ പറഞ്ഞ് കാത്തിരുന്നു. ആ ദൃഢനിശ്ചയത്തിൽ കാത്തിരുന്നു. ഈ ലോകം കണ്ടിട്ടുള്ള മഹാപ്രതിഭകളിൽ ഒരാളായ അബൂ അബ്ദില്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അപ്പോൾ മദീന എന്തായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല. മദീനയിൽ പനമ്പനി ഹബീബായ റസൂലുള്ളാഹി ഓടിച്ചു കളഞ്ഞതാണ്. ഹബീബായ നബി മദീനയിൽ വന്നപ്പോൾ മദീനയിൽ മലമ്പനി ഉണ്ടായിരുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരി സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇവിടെ ബുദ്ധിമുട്ടാക്കല്ലേ, ജുഹഫയിലേക്ക് പോയിക്കോന്ന് മുസ്തഫ നബി പറഞ്ഞു മലമ്പനിയോട്. അങ്ങനെ മദീനയിലെ മലമ്പനി അവിടെ പോയി. മദീനയിലേക്ക് ഒരിക്കലും പ്ലേഗ് വരികയില്ലെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല.
മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല. കാരണം അത് രാജാവിന്റെ സ്ഥലത്ത് പിന്നെ അങ്ങനെ ഉണ്ടായ പിന്നെന്താ? മദീനയിൽ പ്ലേഗ് ബാധിക്കുകയില്ല. മദീനയിൽ ഒരിക്കൽ ഭൂമി കുലുങ്ങിയപ്പോൾ അടിച്ചു നിർത്തി ആര്? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ കളിക്കണമെന്ന് ഭൂമിയോട് പറഞ്ഞു. എന്താ വിചാരിച്ചത്? എന്താ കളിക്കാൻ ഏതാ നാട് വിചാരിച്ചത്? വാദ്യോട്ട് അടിച്ചു. ആര്? ഭൂമി അടിച്ചു. ഈ സംഭവം ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ്, ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ഖുത്ബി ജാമിഅ അഹ്കാമിൽ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇസ്മായിൽ അൽ ബറൂസവി റളിയല്ലാഹു അൻഹു തഫ്സീർ റൂഹുൽ ബയാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ പോലും തന്റെ അൽ മുഅജ്ജത്ത് വൽ കറാമയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇബ്നു തൈമിയ തന്റെ അൽ ഫുർഖാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം സ്വഹീഹാണെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പരിശോധിച്ച കിതാബാണ് ഈ പറഞ്ഞത്. അതിന്റെ ഒക്കെ അപ്പുറത്തുണ്ടാവാം. ഞാൻ പരിശോധിച്ചാണ് ഈ പറഞ്ഞത്. ഇത് സ്വഹീഹാണ്. അടിച്ചു നിർത്തി. ഏതാ നാട്? എന്റെ ഈ കുതിരളിക്കാണോ? അടിച്ചാ കൊണ്ട് നിർത്തി. ആരെ? ഭൂമി അടിച്ചു. തന്റെ ചാട്ടവാർ എടുത്തിട്ട് ഭൂമി അടിച്ചു. ഞാൻ കണ്ടതാണ്. പിന്നെ മദീനയിൽ ഭൂമി കുലുക്കമുണ്ടായതേയില്ല. അടിച്ചു നിർത്തിയ ആര്? മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. ലോകത്ത് അവസാനമായി നശിക്കുന്ന നാട് മദീനയായിരിക്കും. മദീന നാശായ ഖിയാമത്ത് നാൾ ഉറപ്പാണ്. മദീന നശിക്കുക. മദീന അവസാനമായി ആഖിറു ഖുറൽ അർളി ഖറാബൻ മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറു ഖുറൽ അർളി ഖറാബാ, ഭൂമിയിൽ അവസാനം നാശമാകുന്ന നാട് മദീനയായിരിക്കും. മദീന തകർന്നു പോയാൽ ലോകം തകർന്നു പോകും. മദീന തകർന്നാൽ ലോകം തകരും. ഇതാണ് മദീനയുടെ പാഠം. മദീനക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മദീനയിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു സൽത്തനത്ത് ഖിയാമത്ത് നാളിന്റെ അവസാനം ഹബീബായ നേട്ടത്തിലേക്ക് വാ, നേട്ടത്തിലേക്ക് വാ എന്ന ആളുകൾ ജനങ്ങളെ വിളിക്കുകയാണെങ്കിൽ നേടാൻ വേണ്ടി പോകേണ്ട നാട് വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. ഒരാൾ നേടാൻ പോകേണ്ട നാട് മദീനയാ. മദീനയിലേക്ക് നേടാൻ പോയിക്കോളൂ. ഒരാൾ തന്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് കുടുംബക്കാരനെ കൂട്ടിയിട്ട് ഏതെങ്കിലും നാട്ടിലേക്ക് വല്ലതും നേടാൻ പോവുകയാണെങ്കിൽ അവരാദ്യം നേടാൻ പോകേണ്ടത് എവിടേക്കാണ്? മദീനയിലേക്കാണ്. വൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അവിടെ പോയി നേടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അവിടെ പോയി നേടാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മദീനയിൽ പോയി നേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അത് വല്ലാത്ത ഒരു മണ്ണാണ്. മരിക്കാൻ പോകുന്ന ഒരു മദീനയിലേക്ക് ഒരിക്കൽ പോയിക്കൊള്ളൂ. അങ്ങനെ ഉണ്ടോ പറയല്? അങ്ങനെയും പറഞ്ഞു. من أراد أن يموت بالمدينة فليمت بها فإني أنا شافع له يوم القيامة. മദീനയിൽ മരിക്കാൻ ആഗ്രഹമുള്ളവർ മദീനയിൽ മരിച്ചോളൂ. മദീനയിൽ ഒരാൾ മരിച്ചാൽ മദീനയിൽ ഒരാൾ മരിക്കാൻ ഭാഗ്യമുണ്ടായാൽ അവന് സ്വർഗ്ഗം കൊടുക്കും. ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ ഹജ്ജിന് പോയ കൊല്ലം ജബ്ബാർ പൈസ എന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മദീനയിൽ വെച്ച് പെട്ടെന്ന് മരിച്ചു. ഞാൻ ആ മരണസമയത്ത് കൊതിച്ചു കളിച്ചവനെ. മരിച്ചാൾ ഞാനായിരുന്നു. ഒരു ഭാഗ്യം. വിചാരിച്ചൊരു കാര്യമല്ലല്ലോ, അള്ളാഹുവിനെ വിചാരിക്കല്ലേ. അതും ഹറം മക്കേന്ന് അദ്ദേഹം മദീനയിൽ വന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മദീനയിൽ വന്നു. മദീന റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് പോയതാണ്. അന്നപ്പം മരിച്ചു. സിയാറത്ത് കഴിഞ്ഞു വഫാത്തായി. ഈ മനുഷ്യൻ മരിച്ചു. കരക്കൂട്ടിയ അതിന് എൻ്റെ അഭിപ്രായം ആ മനുഷ്യൻ നേരത്തെ സിറായി ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവണം. വല്ലാത്തൊരു നേട്ടം കിട്ടിയത്. മദീനയിൽ മരിക്കാൻ കഴിയുന്നവർ മദീനയിലേക്ക് മരിക്കാൻ വന്നുകൊള്ളൂ. മദീനയിൽ മരിക്കുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും. ഹബീബ റസൂലുള്ളാഹി
അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ മുഅ്മിനീങ്ങൾക്കും നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്തഫ നബിയുടെ ശഫാഅത്ത് അല്ലാഹു തആല നൽകട്ടെ. ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ.